ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു കേക്ക് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരാഴ്ചയിൽ ചെയ്തു കൊടുത്തിട്ടുള്ള കേക്കുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്ത കേക്ക് ഒരു 1.5 kg ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറാണ്, രാവിലെ വന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. വൈകിട്ടുള്ളൊരു 3 മണി ആ ടൈമിൽ കൊടുക്കാനുള്ള ഒരു കേക്കായിരുന്നു. സ്ക്വയറായിട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത്, ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ സ്ക്വയറിൽ കേക്ക് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ട് ഫുള്ള് നൈസിങ് ചെയ്തെടുത്തിട്ട് പിന്നെ ആ ഒരു ക്രീമിലേക്ക് കുറച്ചും കൂടി കളർ ആഡ് ചെയ്തിട്ട് ഡാർക്ക് കളറാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നോസിൽ വർക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷെൽ നോസിലും സ്റ്റാർ നോസിലൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് മുകളിലായിട്ട് ഇതുപോലെ ബോർഡർ പോലെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനത്തെ പരമാവധി സ്ക്വയർ കേക്കിലൊക്കെ അധികം ഡിസൈൻ ചെയ്യാതെ സൈഡിലൊന്നും ബോർഡർ വരച്ച് കൊടുക്കാതെ സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി കാണാൻ കുറച്ച് ലുക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അധികം ആർഭാടങ്ങളും ഒന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് പല ഷേപ്പിലുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു കേക്ക് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു. പിന്നെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിലേക്ക് ചെയ്തിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇക്കാൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് തന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു. ഒരു 1 kg ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 kg പോലെ ഉണ്ടാക്കിയിട്ട് 1/2 kg കൂടി വേറെ സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ഡ്രീം കേക്കിൻ്റെ ഒരു ഓർഡർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇതിൽ വീഡിയോ ആഡ് ചെയ്യാൻ മറന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചോക്ലേറ്റ് കേക്ക് ഐസിങ് ചെയ്യാണ്. അങ്ങനെ ലെയറിലായിട്ട് ഷുഗർ സിറപ്പും അതുപോലെ സ്പഞ്ചിൽ കുറച്ച് ചോക്ലേറ്റും ഗനാഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ക്രീമും പിന്നെയും ചോക്ലേറ്റ് ഗനാഷൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി റിച്ച് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വേറെ നട്ട്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അങ്ങനെ അത് ഒരു വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ തീമിലാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഞാൻ ആ ഒരു ബ്ലൂ ആൻഡ് റെഡ് ആ ഒരു തീമിലുള്ള ഡിസൈനാണ് ചെയ്യൽ സ്പൈഡർമാൻ്റെ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള മനസ്സിലൊരു ഐഡിയ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ഡ്രിപ്പിങ് പോലെ സൈഡിൽ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പ്രിൻറ്റ് വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്നാണ് കേട്ടോ മനസ്സിൽ. അപ്പോൾ നോക്കുമ്പോൾ പ്രിൻ്റൊക്കെ കഴിഞ്ഞേക്കണു സ്പൈഡർമാൻ്റെ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഷോപ്പ് അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഞാൻ ഷോപ്പിലുള്ള ആൾക്ക് വിളിച്ചപ്പോൾ അയാൾ അപ്പുറത്ത് ചായ കുടിക്കാൻ പോയിക്കാന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആൾ വന്നതിൻ്റെ ശേഷം ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി നമ്മുടെ പ്രിൻ്റൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലെത്തി. ഇപ്പോൾ ഇത് വൈകിട്ടാണ് കേട്ടോ എടുക്കാൻ പോയത്. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം അരിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ടും പോയി. അപ്പോൾ ഇത് എമർജൻസി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇത് കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അന്ന് നൈറ്റിലാണ് ഇപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ കറണ്ട് വരുന്നതൊക്കെ നോക്കിയെന്നാൽ ചിലപ്പോൾ കട്ട് ചെയ്യലുണ്ടാവില്ല എന്ന് മനസ്സിലായി. കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ കറണ്ടൊന്നും വരുന്നത് കാണാനില്ല. അങ്ങനെ ഇതാ നമ്മുടെ കുറച്ച് സ്പൈഡർമാൻ്റെ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഫുള്ളൊന്നും എടുക്കണില്ല കേട്ടോ. അതിൽ 2-3 ടൈപ്പാണ് എടുക്കുന്നുള്ളൂ. കാരണം സിമ്പിളായിട്ടുള്ള 1 kg കേക്കാണല്ലോ. അപ്പോൾ പ്രിൻ്റ് കൂടുതലും കേക്ക് ചെറുതും ആയിട്ട് ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അധികം പ്രിൻ്റൊന്നും എടുക്കുന്നില്ല. ഞാനത് ഡെക്കറേറ്റ് ചെയ്യണം നേരത്തെ അത് അപ്പുറത്ത് അനിയൻ്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളും എൻ്റെ ചെറുതും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അവരെപ്പോഴും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പൈഡർമാൻ്റെ ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെട്ടിയെടുക്കുന്നതാണ് അപ്പോൾ അപ്പം ഇരിക്കൽ തുടങ്ങിയതാണ് കേട്ടോ അവർ. പിന്നെ അതുമ്മ നോക്കി നിന്നിട്ട് ഇങ്ങനെ ഇന്ന് കഥകളൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അടിയിൽ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഫോണ്ടനിൽ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫേസിൻ്റെ. പിന്നെ മുകളിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ അടിയിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് മുകളിൽ ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ലുക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ സ്പൈഡർമാൻ്റെ ഒരു ടോയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം വെക്കുമ്പോൾ അത് ഫിനിഷിങ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പ്രിൻ്റ് എടുത്തത് കേട്ടോ സെപ്പറേറ്റ്. അങ്ങനെ ആ കേക്കിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമുക്ക് പിറ്റേന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. നമുക്ക് രാവിലെ നേരത്തെ വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. വൈകിട്ട് ഒരു 2 മണി 3 മണിക്കൊക്കെ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. ഒരു 2 ടയർ കേക്കാണ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നത്. 2 kg ഒരു നട്ടി ബബിൾ കേക്കായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ കുറച്ച് ലോങ്ങിൽ കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു കേട്ടോ. ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു. കുട്ടിയുടെ ബർത്ത്ഡേ തന്നെയാണ്. ഇത് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ 2 ടയർ കേക്കൊക്കെ ആകുമ്പോൾ നല്ലോണം സെറ്റ് ആവണം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഡാമേജ് ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ല, ഞങ്ങൾ നന്നായി നോക്കിയിട്ട് കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങൾ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോയിക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുത്ത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വേഗം തന്നെ അതിൻ്റെ ഫില്ലിങ്ങും എല്ലാം കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തു കേട്ടോ. അത് ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് ഒന്ന് കൂളായതിൻ്റെ ശേഷമാണ് പിന്നെ ഫൈനൽ കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ അതിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ആൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു പിങ്ക് തീം മതി, ഡിസൈനൊക്കെ താത്താടെ ഇഷ്ടത്തിന് ചെയ്തോ, എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ധൈര്യമായി കേട്ടോ. കാരണം നമുക്ക് ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ അത് റിസ്ക് തന്നെയാണ്. പെട്ടെന്നുള്ള വർക്കും പിന്നെ അത്രയും ലോങ് ഡെലിവറി ഒക്കെ ആകുമ്പോൾ എന്തായാലും ഡാമേജ് പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി എടുക്കാതിരിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഡിസൈനിൻ്റെ കാര്യമൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ധൈര്യമായിട്ട് എടുത്താണ് കേട്ടോ. അതിന് നമ്മുടെ കേക്കൊന്ന് കൂളായതിൻ്റെ ശേഷം ഫൈനൽ കോട്ടിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 കേക്കും ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ മനസ്സിൽ ഫോക്സ് ബോൾ വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കാമെന്നാണ്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി പിങ്ക് വൈറ്റൊക്കെ ആയിട്ടുള്ള ഫോക്സ് ബോൾ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ചെയ്യാമെന്നാണ് കേട്ടോ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫൈനൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇതിന് ഇക്ക അപ്പുറത്ത് ആ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇക്ക ചിലപ്പോൾ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്, ഇല്ലെങ്കിൽ ഓട്ടോയിൽ കൊണ്ടുകൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണേൻ്റെ ഇടയ്ക്ക് തന്നെ ആൾ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ 2 മണി ടൈമൊക്കെ ആയപ്പോൾ നമ്മുടെ കേക്ക് കൊണ്ടു കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഫോണ്ടനിൽ നെയിമൊക്കെ എഴുതി വെച്ച് കൊടുത്തു. ഇതുപോലെ ഫോക്സ് ബോൾ ഒരു പിങ്ക്, ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കളറിലുള്ള ഫോക്സ് ബോൾ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കേക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ സേഫായിട്ട് കേക്ക് അവിടെ എത്തിച്ച് കൊടുത്തിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.